ഹലോ, നമസ്കാരം. ഇത് സംഭവം അറിയില്ലേ? നമ്മള് തണ്ണിമത്തം എന്നൊക്കെ പറയൂട്ടാ. ഇത് തണ്ണിമത്തം എന്നല്ല ശരിക്കും ഇതിന്റെ പേര്. ഇതിനെ കിരൺ എന്ന് പറയും, കിരൺ. അപ്പൊ തണ്ണിമത്തം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം ഏളം പച്ച നിറമായിട്ടുള്ളത്, ഇതിനെ കിരൺ എന്നാണ് പറയാ. തണ്ണിമത്തം എന്ന് പറയുന്നത് ഏളം പച്ച, അങ്ങനെ ചെറിയ ചെറിയ വരകളായിട്ടുള്ള തണ്ണിമത്തൻ. ഇത് തണ്ണിമത്തന്റെ ഒരു വകഭേദം തന്നെ, പേര് മാത്രം മാറ്റം അത്രേ ഉള്ളൂ. കിരൺ എന്ന് പറയും. അപ്പൊ ഇത് മുറിച്ച് കഴിക്കാൻ പോട്ടെ. നിങ്ങൾ വിചാരിക്കും തണ്ണിമത്തൻ മുറിച്ച് കഴിക്കുന്നത് എന്താണ് അത്ര വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ തണ്ണിമത്തൻ കഴിക്കുമ്പോഴേ, അത് കിരൺ കഴിക്കുമ്പോഴേ കണ്ടാ, കിരണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മധുരം കൂടുതലായിരിക്കും. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ ഏളം പച്ച നിറത്തിലുള്ള തണ്ണിമത്തനേക്കാളും മധുരം കുറച്ച് കൂടുതലുണ്ടാവും. ഇത് കണ്ടാ. അപ്പൊ നമ്മൾ സാധാരണ വെറുതെ മുറിച്ച് കഴിക്കാനാണ് പതിവില്ല, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അവർ കഴിച്ചു നോക്കി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടാ. ടേസ്റ്റ് മാത്രല്ല, ഉപ്പിടുമ്പോ ഒരുപാട് അധികം ഉപ്പല്ലാതെ വിചാരിച്ച് 1-2 സ്പൂൺ കോരിടാനല്ല തോന്നുന്നത്. ഒരു 2 നുള്ളോ 3 നുള്ളോ ഉപ്പ്, അല്ലെങ്കിൽ 1/2 സ്പൂണ് ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യുക. കുറെ കഷ്ണങ്ങൾ മുറിച്ചിട്ട് കഴിച്ചു നോക്കട്ട. കുറെ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. ഉപ്പിടുമ്പോൾ മധുരം കുറച്ചുകൂടി കൂടുന്നാണ് പറയുന്നത്. പിന്നെ ചൂട് കാലത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ദാഹം ശമിപ്പിക്കാനും കുറച്ചും കൂടി ഉപ്പ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ നേരത്തേക്ക് ദാഹിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഉപ്പ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിലേക്ക് വേണ്ട പോഷകങ്ങൾ വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യും. ഇതിൽ പൊട്ടാസ്യം കുറെ ഉള്ളതുകൊണ്ട് നാഡികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അവിടെ പേശികളിലൊക്കെ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പിട്ട തണ്ണിമത്തം എന്ന് പറയുന്നത് ദാഹശമനിയും ഉന്മേഷവും നൽകുന്ന രുചികരവും ആരോഗ്യകരവുമായ ഒരു വേനൽക്കാല ഭക്ഷണമാണെന്ന് പറയാം, അല്ലേ? ഞാനിതൊന്ന് മുറിക്കട്ടെ. ഞാനിത് ഉപ്പിട്ടിട്ട് കഴിക്കാന്ന് പറഞ്ഞപ്പോ ആമവീട്ടൊക്കെ ചിരിച്ചു. ഉപ്പിട്ട് കഴിക്കുക അയ്യേ എന്ന് പറഞ്ഞു. ഇത് കൂടെ എന്താന്ന് അവർക്ക് അറിയില്ല കേട്ടാ. അപ്പൊ ഞാൻ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കഴിച്ചു നോക്കിട്ടാ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഉപ്പിട്ട് കഴിക്കുന്നത് അടിപൊളിയാണ്. അപ്പൊ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൽ കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിടുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യണം കേട്ടാ. അയ്യോ, ഏകദേശം 1/2 സ്പൂൺ ആയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോ നിങ്ങളാരും ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ ഞങ്ങൾക്ക് കഴിക്കേണ്ടതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങള് സ്പൂൺ ഇട്ടിട്ട് മിക്സ് ഒക്കെ ചെയ്ത് കഴിക്കാം. അപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതെ, ജസ്റ്റ് 1/2 സ്പൂൺ ഉപ്പിട്ടു മിക്സ് ചെയ്തു. ഇതൊന്ന് ടേസ്റ്റ് ഒക്കെ അടിപൊളി. കഴിച്ചു നോക്കിട്ടാ, ഇങ്ങോട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിട്ട് പറയാ. എങ്ങനെ? ഓക്കെ, അടിപൊളി കേട്ടാ. അപ്പൊ നല്ല ചൂടാണ്. ഉച്ച സമയത്ത് ആരും പുറത്തേക്ക് ഇറങ്ങൊന്നും വേണ്ട. ഒരു 1-2 തണ്ണിമത്തനൊക്കെ വാങ്ങിച്ച് വെച്ച് സമയം കിട്ടുമ്പോ അതൊക്കെ മുറിച്ച് ഇതുപോലെ ഉപ്പിട്ടൊന്ന് കഴിച്ചു. ഒരു രക്ഷയില്ലാട്ടാ, കഴിച്ചു വയ്ക്കും. ആരോഗ്യത്തിന് നല്ല തന്നെയാണ് കേട്ടോ അത്. ഓക്കെ.